നമ്മുടെ ഫാമിലുള്ള മറ്റൊരു ഭീകരനാണ് കേട്ടോ. നമ്മളവനെ കണ്ണൻ എന്ന് വിളിക്കും. കണ്ണൻ. എന്താണ് ഓഡിയോ കട്ടായിട്ട് ബാക്ക്ഗ്രൗണ്ടിലാണ് ഓഡിയോ പറയുന്നത്. കാരണം എന്താണ് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോട്ടറിൻ്റെ സൗണ്ട് കാരണം ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇതാണ് കണ്ണൻ. കണ്ണൻ എന്ന് പറയുന്നത് ഗിർ ഇനത്തിൽപ്പെട്ട ഒരു മൂരിയാണ്. ഗിർ ഇനത്തിൽപ്പെട്ട മൂരിൻ്റെ ഒരു ക്രോസാണ് കണ്ണൻ. അപ്പോൾ ഈ ശരിക്കും ഗിർ എന്ന് പറയുന്ന ഇനം നല്ല ഹൈറ്റും നല്ല വെയിറ്റും വരുന്നതാണ്. അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങും. അതായത് എന്താ പറയുക, നല്ലപോലെ ഇണങ്ങും. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ഒരു മൂക്കയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇടങ്ങേറ് പിടിച്ച സാധനങ്ങളൊന്നും കുത്തിയിട്ടില്ല. നല്ലപോലെ ഇണങ്ങുന്ന ജീവിയാണ് ഈ ഗിർ എന്ന് പറയുന്നത്. മറ്റുള്ള മൂരികളിൽ വെച്ചിട്ട് ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ. നമ്മൾ കണ്ണ് മയ്യെഴുതിയ പോലെ ഉണ്ട് എന്ന് പറയും. കണ്ണിൽ എന്താ പറയുക, സുറുമട്ട പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ചെവി നല്ലപോലെ നീണ്ടിട്ടായിരിക്കും. പക്ഷേ ഈ ഇനം ഗിറുകളെ ഞാൻ ഇതുവരെ ഈ മറ്റേ കണ്ടം പൂട്ടാനോ അല്ലെങ്കിൽ വണ്ടി വലിക്കാനോ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഇവനെ ഉപയോഗിക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നാമത്തെ കേസ്. രണ്ടാമത് ഇവരിനെ ഇറച്ചിക്ക് വേണ്ടിയും അതുപോലെ തന്നെ നല്ല കാളകളിൽ നിന്ന് നല്ല പശുക്കളിക്ക് നല്ല കുട്ടികൾ, പുതിയ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി മെയ്റ്റിങ്ങിനും വേണ്ടി മാത്രമാണ് കാര്യപ്പെട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾ കുളമ്പ് രോഗമൊക്കെ വന്ന് സീനായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോഴാണൊന്ന് ഉഷാറായത്. സോ മഴയായതുകൊണ്ട് എപ്പോഴും ചളിയിലാണ്. ചളിയിൽ നിന്ന് കാലിൻ്റെ അടിയിൽ ചളി കയറി അഴുക്കളും പുഴുക്കളൊക്കെ വന്നതാണ്. സോ നമ്മളിപ്പോൾ ദിവസവും അവൻ്റെ കാലിങ്ങനെ അടിച്ചു കൊടുത്ത് ക്ലീനാക്കിക്കൊണ്ടിരിക്കണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ആളിത്തിരി അപകടകാരിയാണ്. ആൾ വന്ന് തട്ടും, വെട്ടും എന്ന് പറയും. അതായത് കുത്തില്ല, കഴുത്ത് കൊണ്ട് വന്ന് സൈഡിൽ വെട്ടും. അത് കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. നല്ല അടിപൊളി ഉഷാറ് വേദനയായിരിക്കും. സോ ഇതാണ് കണ്ണൻ, നമ്മുടെ ഫാമത്തെ മറ്റൊരു ഭീകരൻ. കണ്ണൻ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇമ്മാക്ക് വെറുതെ കാണാൻ കളിക്കാൻ വേണ്ടി വാങ്ങിയ സാധനമാണെന്ന് പറയാം. ഇതാണ് അപ്പോൾ നമ്മുടെ ഫാമിലുള്ള മറ്റൊരു കൊല ഭീകരൻ.